എതിർദിശ സുരേഷിന്റെ പ്രഭാഷണ പരമ്പരക്ക് തുടക്കമായി. നിങ്ങൾ കഴിക്കണം, ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ. EMS പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ സംഘടിപ്പിക്കുന്ന എതിർദിശ സുരേഷിന്റെ പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമായി. മാർക്സ്, ഗാന്ധി, അംബേദ്കർ എന്ന വിഷയത്തിലാണ് 3 ദിവസങ്ങളിലായുള്ള പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചിരിക്കുന്നത്. M. പ്രസാദ് സ്വാഗതവും KP സേതുമാധവൻ അധ്യക്ഷതയും വഹിച്ച പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. KV പ്രശാന്ത് കുമാർ, KR സരളാബായ് എന്നിവർ സംബന്ധിച്ചു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗാന്ധി പാർക്ക് ഗാന്ധി മൈതാനിയായിരുന്ന കാലത്ത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റേ വലിയൊരു പുസ്തകോത്സവം ഇവിടെ നടന്നിരുന്നു. 10-30 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും, അതിലധികമായിട്ടുണ്ടാവും. ആ ഭാഗത്ത് പൂഴിമണലിൽ പന്തലൊക്കെ കെട്ടിയുള്ള ആ പുസ്തകോത്സവത്തിൽ നിന്നാണ് അംബേദ്കറിൻ്റെ സമ്പൂർണ്ണ വാല്യം നീല കവറോട് കൂടിയ തടിച്ച പുസ്തകങ്ങൾ എൻ്റെ കയ്യിലെത്തുന്നത്. എനിക്ക് തോന്നുന്നു അന്ന് അതിന് ഒരു വോള്യത്തിന് 100 രൂപയിൽ താഴെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 3000 രൂപയൊക്കെ വിലയിടാവുന്ന ഓരോ വോള്യം. 3 വോള്യങ്ങൾ ഒഴികെ ബാക്കി മുഴുവനും അന്ന് കിട്ടി. അതിലെ ഒരു പ്രധാനപ്പെട്ട ദീർഘമായ ലേഖനത്തിൻ്റെ തലക്കെട്ട് ഗാന്ധിയെ സൂക്ഷിക്കുക. മഹാത്മാഗാന്ധിയെ അത്രയധികം പരമാവധി നിശിതമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് അംബേദ്കർ. ഈ 2 മനുഷ്യരെയാണ് നമ്മൾ ഇന്ന് ഒന്നിച്ചു വെച്ച് ആലോചിക്കുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ വലിയ സംഭാവന നൽകിയ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ, ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആചാര്യൻ മാർക്സും ഈ കൂട്ടത്തിൽ നമ്മുടെ പരിഗണനക്ക് വരുന്നു. അംബേദ്കറിനെയും ഗാന്ധിയെയും ഒരേ അളവിൽ എതിർത്തവരാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, എതിർത്ത പ്രസ്ഥാനം. അതുകൊണ്ട് ഈ പരസ്പരം പോരടിച്ചു നിന്ന ഈ 3 ശക്തികളെ മുൻനിർത്തിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അംബേദ്കറും ഗാന്ധിയും തമ്മിൽ നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ഏറ്റവും പ്രധാനമായി ഉണ്ടായിരുന്ന ആശയ പൊരുത്തമില്ലായ്മ ഇന്ത്യയിലെ ജാതിഘടനയെ മുൻനിർത്തിയായിരുന്നു. അംബേദ്കർ ജീവിതം കൊണ്ട് ജാതി അനുഭവിച്ച ആളാണ്. ഗാന്ധി ജാതിയെ ഒരുപക്ഷെ അക്കാദമികമായ ബുക്കിഷായി മനസ്സിലാക്കിയ ഒരാളാണ്. ഗാന്ധിയുടെ പരമ്പര പോർബന്തറിലെ രാജാക്കന്മാർ, ദിവാൻമാരൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഗാന്ധിജിക്ക് ജാതി വിവേചനം എന്താണെന്ന് ജീവിതം കൊണ്ട് അറിയുമായിരുന്നില്ല. നമുക്കതൊക്കെ പ്രാഥമികമായ കാര്യങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം മനുഷ്യർ വിശ്വസിക്കുന്ന മതം പിൽക്കാലത്ത് ഹിന്ദു മതം എന്നറിയപ്പെടുന്ന വൈദിക മതമാണ്. ഈ മനുഷ്യരെ മുഴുവൻ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ചേർത്ത് നിർത്താൻ വേണ്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദു മതത്തെ ഒന്നാകെ കണ്ണി ചേർക്കാൻ വേണ്ടി ഗാന്ധി നടത്തിയ പരിശ്രമങ്ങളാണ് ഒരു വശത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ശക്തിപ്പെടുത്തിയത്, മറുവശത്ത് അംബേദ്കറിനെ പോലുള്ള മനുഷ്യരെ ഗാന്ധിയെ സംശയത്തോടെ നോക്കാൻ പ്രേരിപ്പിച്ചത്. കാരണം അംബേദ്കർ എല്ലാ കാലത്തും ഹിന്ദുമതത്തിൻ്റെ ഈ ജാതിഘടനയിൽ അങ്ങേയറ്റം സ്വന്തം അനുഭവത്തെ മുൻനിർത്തി തന്നെ എതിർപ്പുള്ള ആളായിരുന്നു. അതുകൊണ്ട് ഈ 3 പേരെ ചേർത്ത് നിർത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥകൾ പറഞ്ഞ് സ്വാതന്ത്ര്യ സമരത്തിലെ സന്ദർഭങ്ങൾ വീണ്ടും ഓർമ്മിച്ച് ഇവരുടെ സമാനതകൾ കണ്ടെത്താൻ നമുക്ക് പറ്റില്ല. അത് നേരത്തെ പറഞ്ഞതുപോലെ കൃത്രിമമായ ഒരു ചേർത്തുവെപ്പായിരിക്കും. ഒരു ഘട്ടത്തിലും
ഇവർ സമാനമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമോ ഇന്ത്യയിലെ അംബേദ്കർ അനുയായികളോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിയുടെ നേതൃത്വത്തിലോ ഒരു ഘട്ടത്തിലും സമാനമായ താല്പര്യങ്ങളോടെ ദേശീയ പ്രസ്ഥാനത്തിൽ ഇടപെട്ടിട്ടില്ല. അതുകൊണ്ട് ആ കാലത്തെ മുഴുവൻ വീണ്ടും ഓർക്കുന്നത് കൊണ്ട് നമുക്ക് ഈ വിഷയത്തിൽ പുതുതായിട്ടൊന്നും പറയാനില്ല. പുതുതായിട്ടൊന്നും നമുക്ക് ഈ വിഷയത്തിൽ കണ്ടെത്താൻ പറ്റില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വീണ്ടും ഓർക്കുന്നതിലൂടെ. പക്ഷെ നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, ഇന്ത്യയിൽ ഇപ്പോ സ്വാതന്ത്ര്യ ലബ്ധിയുടെ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ 3 പേരെയും കുറിച്ച് വിശദമായിട്ട് വരാം. നമ്മൾ ഇപ്പോ ഈ ചെറുത്തുനിൽപ്പിന്റെ യുക്തി എന്ത്, ഈ ചെറുത്തുനിൽപ്പിന്റെ സാധൂകരണം എന്ത്, ഈ ചെറുത്തുനിൽപ്പിന്റെ അനിവാര്യത എന്ത് എന്നുള്ളത് ആദ്യം തന്നെ ഒന്ന് പരിശോധിക്കാം. നാളെയും മറ്റന്നാളെയും നടക്കുന്ന പ്രഭാഷണ പരിപാടിയിൽ നിരവധി പ്രമുഖ വ്യക്തികൾ സംബന്ധിക്കും. വടക്കൻ വാർത്തകൾ, ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ശ്വാസം വലിച്ചുവിട്ടേ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.